നമസ്കാരം. ഇൻസൈറ്റ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. SSLC +2 പരീക്ഷാ ഫലം വന്നപ്പോൾ വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മിന്നും വിജയം. ഇത്തവണത്തെ SSLC പരീക്ഷയിൽ വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 270 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് 38 വിദ്യാർത്ഥികൾ 90% മുകളിൽ മാർക്ക് വാങ്ങി. 86.1% വിജയമുറപ്പിച്ചു. 98.67% മാർക്ക് വാങ്ങി സയൻസ് വിഭാഗത്തിൽ നിന്നും ശിവദ PP സ്കൂളിൽ 1ാം സ്ഥാനത്തെത്തി. ശിവദ ഇൻസൈറ്റ് മീഡിയയോടൊപ്പം. ഞാൻ ശിവദ. ഇപ്പം വന്ന +2 റിസൾട്ടിൽ GHSS വളയത്തിന് ടോപ്പ് സ്കോർ നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു, നല്ല ഹെൽപ്പ് ചെയ്തിന് പഠിക്കുന്ന കാര്യത്തിലൊക്കെ. അവരോടൊക്കെ ഒരു ബിഗ് താങ്ക്സ് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ നീറ്റിൻ്റെ കോച്ചിങ്ങിന് പോകാനാണ് വിചാരിക്കുന്നത്. എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അന്നെടുത്ത കാര്യങ്ങൾ അന്ന് തന്നെ അങ്ങ് പഠിക്കുക. പിന്നെ PYQ മാക്സിമം ക്വസ്റ്റ്യന് ചെയ്യുക. അത് ഭയങ്കര എനിക്ക് എക്സാമിന് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിന്. ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ലോണം വായിക്കുക. അങ്ങനെ വായിച്ച ഒരു വലിയൊരു സ്കോർ തന്നെ നമുക്ക് കിട്ടാൻ സാധിക്കും. നല്ല എഫേർട്ട് ഇട്ടാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. സോ താങ്ക് യു. ഹ്യൂമാനിറ്റീസ് ജേർണലിസം വിഭാഗത്തിൽ 97.6% മാർക്കോടെ 1ാം സ്ഥാനക്കാരിയായ സച്ചിത SS തന്റെ വിജയവിശേഷങ്ങൾ ഇൻസൈറ്റ് മീഡിയയുമായി പങ്കുവയ്ക്കുന്നു. ഹായ്, എൻ്റെ പേര് സച്ചിത. വളയം സ്കൂളിലെ 24-26 ബാച്ചിലെ ജേർണലിസം സ്റ്റുഡൻ്റാണ്. ഇക്കഴിഞ്ഞ +2 റിസൾട്ടിൽ 97% ഫുൾ A+ എനിക്ക് ലഭിച്ചു. കലോത്സവവും ശാസ്ത്രമേളയുമായി ഒക്കെ ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് ക്ലാസ് മിസ്സായിരുന്നു. അതൊക്കെ എനിക്ക് പഠിച്ചെടുക്കാൻ സഹായിച്ചത് എൻ്റെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പും മാത്രമല്ല ഒരു അയച്ചു തന്ന സ്റ്റഡി മെറ്റീരിയൽസും കൊണ്ടാണ്. പൊതുവേ ഉള്ളൊരു ചിന്താഗതിയാണ് ഈ ജേർണലിസം, ഹ്യൂമാനിറ്റീസ് പോലെയുള്ള സബ്ജക്റ്റ് കോമ്പിനേഷൻസ് ഭയങ്കര എളുപ്പമാണ് പഠിക്കാൻ. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ എല്ലാ വിഷയത്തിനും അതിൻ്റെതായ കടുപ്പോ എല്ലാം ഉണ്ട്. നമ്മളെ മനസ്സിരുത്തി ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ളവർ പറയുന്ന വെച്ച് അത്ര എളുപ്പമുള്ള സബ്ജക്റ്റില്ല. എന്നാലും നമുക്ക് പൊതുവായിട്ടുള്ള വിവരങ്ങളും പിന്നെ എഴുത്ത്, വായന അതൊക്കെ ഈ ജേർണലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഒരുപാട് കരിയർ സാധ്യതകൾ ഈ വിഷയത്തിനുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി മാസ് കമ്മ്യൂണിക്കേഷൻ ഡിഗ്രി കേരളത്തിലൊരു മികച്ച കോളേജിൽ ലഭിക്കണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. എനിക്ക് ഇനിയുള്ള കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു വിഷയം ടഫാണെന്ന് കരുതി അത് മാറ്റി വെക്കരുത്. ഒന്ന് ശ്രമിച്ച് പഠിച്ചാൽ 90% മേലെ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ബാക്കി എല്ലാ പരിപാടികളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് പഠനവും നമ്മുടെ കഴിവുകളും ഒരുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. 95.83% മാർക്ക് വാങ്ങി ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ നിന്നും റിഷാന ഷെറിനും 1ാം സ്ഥാനം കരസ്ഥമാക്കി. 13 കുട്ടികൾ 5A+ നേടി. ആദ്യത്തെ പരാജയത്തിൽ വീണുപോകാതെ വീണ്ടും ശ്രമിക്കുക. കാരണം നിങ്ങളുടെ രണ്ടാമത്തെ ശ്രമമാണ് നിങ്ങൾ ആരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ ഇവിടെ ഓർക്കുകയാണ്. ഈ വർഷം ഉജ്ജ്വല വിജയം നേടിയ എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇൻസൈറ്റ് മീഡിയ വാർത്തകളോടൊപ്പം റഫ ഫാത്തിമ. നന്ദി, നമസ്കാരം.